പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സ്ലോ ചെയ്ത് വരുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങുകയൊക്കെ ചെയ്യില്ലേ? ആ ഒരു ചാടി ഇറങ്ങണമായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വണ്ണം കുറയ്ക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നടന്ന് കയറാവുന്നതാണ്. ഹലോ ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ഇതിനെ കുറിച്ചിട്ടായിരുന്നു. ജടായുപ്പാറയിൽ പോയതിന്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, റീസെന്റ് വന്നിട്ടുള്ള കുറച്ച് ചില അപ്ഡേറ്റ്സ് ഒക്കെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. കൊട്ടാരക്കര ചടയമംഗലം ജടായുപ്പാറയിൽ പോകുമ്പോൾ നമ്മളും യൂട്യൂബ് വീഡിയോ കണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു 5 മാസം മുന്നേ ഇട്ട വീഡിയോയിൽ പോലും പലതിലും അവർ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ക്യാഷായിട്ട് മാത്രമേ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, കാർഡ് ഗൂഗിൾ പേ ഒന്നും വർക്കാവില്ല, അല്ല അവിടെ എടുക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്ന സമയത്ത് ക്യാഷ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം അക്സെപ്റ്റ് ചെയ്യും, ക്യാഷ് എടുക്കില്ല. നിങ്ങൾ ക്യാഷാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഡിജിറ്റൽ കാർഡ് കളക്ട് ചെയ്തിട്ട് കാർഡ് ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. അപ്പം ഇനി പോകുന്നവർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ബാക്കി ഡീറ്റെയിൽ പറയുന്നതിന് മുന്നായിട്ട് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യേണ്ടുന്ന ഒരു പേരുണ്ട്. അതായത് ഈ ശില്പി, ഈ ജടായുപ്പാറയുടെ ജടായു ശില്പം നിർമ്മിച്ച ശില്പി രാജീവ് അഞ്ചൽ, അദ്ദേഹത്തിന് ഒരു വലിയ കൈകടി കൊടുക്കണം കേട്ടോ. ഭയങ്കര അസാധ്യമായിട്ടാണ് ആ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. അവർക്കൊന്ന് കാണാനുള്ളതാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ ജടായു എർത്ത് സെൻ്ററാണ് ഗൂഗിൾ മാപ്പിൽ പേര് കിടക്കുന്നത്. നമ്മളവിടെയൊക്കെ ചെല്ലുമ്പം ഈ എയർപോർട്ടിലൊക്കെ ചെല്ലുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അത്രമേൽ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് പാർക്കിംഗ് ഒക്കെ വിശാലമായ പാർക്കിംഗ് ആണ്. സെക്യൂരിറ്റി എല്ലാം അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവരുടെ ടീം നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ക്ലീൻ ആക്കി വെച്ചേക്കുന്നത്. ഇപ്പം സ്ഥലമാണെങ്കിലും വാഷ്റൂം കാര്യങ്ങളാണ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ക്ലീൻ ആക്കി കൊണ്ടു നടക്കുന്നത്. പിന്നെ അവിടെ എൻട്രി ഫീസ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ഈ ശില്പത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 2 മാർഗമാണുള്ളത്. ഇറങ്ങിയിരിക്കട്ടെ. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കേബിൾ കാറാണ്. രണ്ടാമത്തെ മാർഗം നടന്നു കയറുക എന്നുള്ളതാണ്. ഈ നടന്നു കയറുക എന്നുള്ളത് 1 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ ദൂരമുള്ളത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ 200-ൽ പരം സ്റ്റെപ്പ് കയറി വേണം അതിന്റെ മുകളിലേക്ക് ചെല്ലാൻ. അപ്പം വണ്ണം കുറയ്ക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നടന്ന് കയറാവുന്നതാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേബിൾ കാർ തന്നെ. 1200 അടി ഉയരത്തിലാണ് ഈ ഒരു ശില്പം ഉള്ളത്. അപ്പൊ അത്രയും ദൂരം നമുക്ക് അത്രയും പൊക്കത്തിലേക്ക് ആ കേബിൾ കാറിൽ പോകുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയാലും തിരിച്ചിറങ്ങി വരാനായിട്ട് മേളിൽ നിന്ന് നമുക്ക് 1 സൈഡ് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. കേബിൾ കാറിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഫുള്ള് ബസ് നിർത്തിയിട്ട് നമ്മളെ കയറ്റി കൊണ്ടുപോകണ പോലെയുള്ള സെറ്റപ്പ് അല്ല. കേബിൾ കാർ സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ ചാടി കയറണം. പണ്ട് പഠിക്കുന്ന സമയത്ത് ബസ് ഇങ്ങനെ സ്ലോ ചെയ്ത് വരുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങുകയൊക്കെ ചെയ്യില്ലേ? ആ ഒരു ചാടി ഇറങ്ങണമായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് തരും, നമ്മൾ അതിനനുസരിച്ച് കയറണം. അറ്റ് എ ടൈം 8 പേർക്കാണ് കേബിൾ കാറിൽ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പം 5-6 പേര് ചേർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരേ കേബിൾ കാറിൽ തന്നെ സഞ്ചരിച്ച് മുകളിലോട്ട് പോകാം. അവർ ചോദിക്കും കേട്ടോ, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് നമ്മുടെ എണ്ണം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഒന്ന് മാറ്റി നിർത്തി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒരുമിച്ച് വന്നവരെ എല്ലാം ഒരു കേബിൾ കാറിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കും. കാരണം ഞങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഇപ്പം 7 പേരുള്ള ഒരു ഫാമിലി, ഞങ്ങളിൽ ഒരാൾ 8ാമത്തെ ആൾ അടുത്ത കേബിൾ കാറിൽ കയറേണ്ടി വരും. പക്ഷെ അവരതൊക്കെ ചോദിക്കും കേട്ടോ. അത് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തോളും. ചിലപ്പോൾ 7 പേരെ മാത്രമായിട്ട് കേബിൾ കാറിൽ വിടും. ഇരിക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയം ഇവിടെ ഇത് ഓപ്പൺ ആവുന്നത് 9:30-ക്കാണ്, ക്ലോസ് ചെയ്യുന്നത് 5:30. അപ്പം 9:30 സമയത്ത് ഒരു 10 മണി കൂട്ടിക്കും. ഒരു 10 മണിക്ക് എത്തണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ദൂരവും സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുക. നമുക്ക് അല്ലാതെ ഈ 12 മണിക്ക് 1 മണിക്കൊക്കെ ചെന്നാൽ നട്ടുച്ച നേരത്ത് ഈ പാറയുടെ മണ്ടയിൽ കയറി നിൽക്കേണ്ടി വരും. പക്ഷെ അത്ര വെയിൽ സംഭവമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം നല്ല പൊക്കത്തിലാണ്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് വെയിൽ അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. കുട പിടിച്ച് പോവാന്നുള്ളത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും കൈക്കരുതി നന്നായിരിക്കും. കുറച്ച് സൺസ്ക്രീൻ ഒക്കെ ഇട്ട്. അതെ, വൈകുന്നേരമോ സൺസ്ക്രീൻ ഒക്കെ ഒലിച്ചിറങ്ങും കേട്ടോ. വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു 10
10:30 ചെല്ലുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു കൺസേൺ ഇനി അവിടെ വാട്ടർ ബോട്ടിൽ കരുതേണ്ടതായിട്ടുണ്ടോ, വെള്ളം ഉണ്ടാകും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളം കാര്യങ്ങൾ ക്യാനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ കരുതേണ്ടതായിട്ടില്ല. ഇനി നാരങ്ങ വെള്ളമോ സ്നാക്സോ വല്ല കുടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉള്ളതുപോലെ കുറച്ച് സാധാരണ കണ്ടുവരുന്നതിനേക്കാൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. സ്വാഭാവികം, നമുക്കതിൽ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. ഡിമാൻഡ് ഉള്ളിടത്ത് റേറ്റ് കൂടുതലും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താ, പിന്നെ നമുക്ക് ഈ താഴെ എൻട്രി ടിക്കറ്റ് ആണ് കിട്ടുക ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് നമുക്ക് ഈ കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റുക. നമ്മൾ പിന്നെ ഈ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ജടായുപ്പാറയിൽ ചെല്ലുന്നത്. അപ്പം സൈറ്റ് സീയിങ്ങിന് ചെല്ലുന്ന സമയത്ത് അവിടെ മ്യൂസിയത്തിന്റെ പണികളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5-6 മാസത്തിനുള്ളിൽ പുതിയ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. നമുക്കറിയില്ല. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പം ജഡായു ശില്പം കാണുക എന്നുള്ളത് തന്നെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ മറ്റു കാര്യം എന്ന് പറയണത്, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ക്ലൗഡ് കാര്യങ്ങൾ കാണുന്നത് നല്ല ഭംഗിയാണ്. ക്ലൗഡ് ആകാശമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കാം. ഞാൻ കുറെ നേരം നോക്കിയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു മേഘങ്ങൾ. ആ ഒരു നഗരത്തിന്റെ ഭംഗി കാണുന്നതും നല്ല രസമാണ് അതിന്റെ മുകളിൽ നിന്നൊക്കെ കാണാനായിട്ട്. പിന്നെ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഡ്രോൺ പറ്റില്ല. ക്യാമറ കാര്യങ്ങളൊക്കെ അലൗഡ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടുന്ന ഒരു സാധനമുണ്ട്, 12D വിഷ്വൽ എക്സ്പീരിയൻസ്. ഇതുപോലെ നമ്മളൊരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തതാണ് ഇത് മസ്റ്റായിട്ടും കാണണം എന്നുള്ളത്. കാണണം കേട്ടോ. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തരത്തിലൊരു വിഷ്വൽ എക്സ്പീരിയൻസ്. ഞാൻ ഇതുവരെ വേറെ ഒന്നിനകത്തും കേറിയിട്ടില്ല. കേറാൻ തോന്നിയില്ല, പേടിയായിരുന്നു. പിടിച്ചു വലിച്ചു കയറ്റിയതാണ്. നല്ലല്ലായിരുന്നോ? നല്ല അടിപൊളിയായിരുന്നു. ഓരോ സീനും അതിനകത്ത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉറപ്പായിട്ടും അത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ഒരു നമ്മളെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരു എക്സിറ്റ് ഏരിയയിലാണ് ഇത്തരത്തിലുള്ള ഗെയിംസും പിന്നെ ഈ പറയുന്ന 12D വിഷ്വൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തിരിച്ചിറങ്ങി വരുമ്പോൾ. പിന്നെ ഞാൻ പലയിടത്തും ഈ പറഞ്ഞ 12D വിഷ്വൽ എക്സ്പീരിയൻസ് കാണാൻ കയറിയിട്ടുണ്ട്, അഡ്വഞ്ചർ പാർക്കിലെ കാര്യങ്ങളൊക്കെ. പക്ഷെ എല്ലായിടത്തും കണ്ടതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. 10 മിനിറ്റിന്റെ ഒരു 2 ചെറിയ മൂവി വെച്ചിട്ട് കൊള്ളാം, സാധനം കൊള്ളാം. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. ഏത് പ്രായക്കാർക്കും കാണാവുന്നതാണ്. കസേര പിടിച്ചിരുന്നാൽ മതി. പക്ഷേ അവർ ചോദിക്കും കേട്ടോ, മറ്റേ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും ഓപ്പറേഷൻസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫ്രണ്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ റീസെന്റ് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ, പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരാണോ, ഇതെല്ലാം നോക്കിയിട്ട് ചോദിച്ചിട്ടാണ് ഗേറ്റ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം അത് ഓടിപ്പോയി കയറണ്ട. ഒന്ന് നോക്കിയിട്ട് എന്തായാലും പറ്റുമെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ എന്തായാലും അവിടെ കണ്ട കാഴ്ചകൾ കാര്യങ്ങൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഇടുന്നതാണ്. ഇതിപ്പോൾ തന്നെ ഈ 8 മിനിറ്റ് ഞങ്ങൾ വളരെ ചുരുക്കി പറയണമെന്ന് കരുതിയതാണ്, പക്ഷെ നടന്നില്ല. ഓക്കെ, അപ്പോൾ അതെന്തായാലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇതിന് മുന്നേ ആയിട്ടോ പുറകിലായിട്ടോ ഒക്കെ ഇടാം. നമ്മുടെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റില്ല, എന്തായാലും ഇടും. ഓക്കെ, അപ്പം പോകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പോയി കാണുക. കേറുന്ന ടൈമിൽ ഒരു മെമ്മറി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ പ്രിന്റ് മേടിക്കാം, ഓപ്ഷണലാണ്. ഫോട്ടോ നന്നായിരുന്നു, പക്ഷെ ഞങ്ങള് പ്രിന്റ് മേടിച്ചില്ല. ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം കട്ട് ചെയ്ത് നമ്മളെ പറക്കെടുത്തേക്കണം. നമ്മുടെ ഫോട്ടോ നല്ലതാണ്, പക്ഷെ കട്ട് ചെയ്ത് പ്ലേസ് ആക്കി വെച്ചേക്കണം. നമുക്കെന്തോ നമ്മൾ തന്നെ സെൽഫി എടുത്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളത് പ്രിന്റ് മേടിച്ചില്ല. പിന്നെ ഇന്നലെ കണ്ടൊരു ഇതെന്ന് പറഞ്ഞാൽ 80% നോൺ മലയാളീസ് ആണ്. നമ്മുടെ മലയാളികൾ കുറച്ച് പേരേ ഉള്ളൂ അവിടെ. അപ്പം നമുക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന കാര്യം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു ശില്പം ഇങ്ങനെ എല്ലാവരും കാണാൻ വരുന്നു. അത്രയും ക്ലീനായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഓഫ് കോഴ്സ്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യർക്കും വലിയ കൈയടി. എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? യെസ്, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഒരു വിശദമായ ജടായുപ്പാറ വിശേഷങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം. അപ്പം ബൈ ബൈ, ടാറ്റ. ബൈ ബൈ കുഞ്ഞി, ടാറ്റ പറ. കുഞ്ഞി.